മുൻ റിട്ടയർഡ് SP ജോർജ് ജോസഫ് ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, പോലീസിന് സംഭവിച്ചിരിക്കുന്ന ഗുരുതര വീഴ്ച തന്നെയാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ സവാദിന് ഇങ്ങനെ കേരളത്തിൽ ഒളിവിൽ കഴിയാൻ കഴിയില്ല. മറ്റൊന്നെന്ന് പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിരുന്നു. അത് നിരോധനത്തിന് ശേഷം SDP ആയിരുന്നു ഇയാൾക്ക് സഹായം നൽകിക്കൊണ്ടിരുന്നത് വ്യക്തമാണ്. ഇവിടെ ഇന്റലിജൻസിൻ്റെ ഒപ്പം പോലീസിൻ്റെയും വീഴ്ച തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? കാരണം കേരളത്തില് അയാൾ ഒളിവിൽ പോയ ശേഷം 8 വർഷം കേരളത്തിലാണ്. മട്ടന്നൂരും കണ്ണൂരും, കാസർഗോഡ്, കണ്ണൂര്, മട്ടന്നൂര്. അപ്പൊ അത് ഒരു ഇന്റലിജൻസ് വീഴ്ചയാണ്. അത് NIA ഈ കേസ് എടുത്താലും ശരി, കേരളത്തിലെ ഇതുപോലെയുള്ള ആൾക്കാരും പ്രതികളും ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും ഇന്റലിജൻസ് അത് അന്വേഷിക്കണമായിരുന്നു, കണ്ടെത്തണമായിരുന്നു. അത് തന്നെയല്ലേ ഇയാൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ റിവാർഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് തന്നെ. അപ്പം പ്രത്യേകിച്ച് നാട്ടുകാരെ പോലെ തന്നെ ഇന്റലിജൻസും അത് കണ്ടെത്തേണ്ടതായിരുന്നു. എന്നിട്ട് ആ വിവരം കൈമാറേണ്ടതായിരുന്നു. ആ ഭാഗത്ത് തീർച്ചയായിട്ടും ഇന്റലിജൻസ് ഒരു പാളിച്ച പറ്റി. അത് തന്നെയല്ല ഇപ്പം മനസ്സിലാകുന്നത്, അവിടുത്തെ പഴയ SDPIക്കാരുടെ പ്രവർത്തനം, അവരുടെ സംരക്ഷണയിൽ തന്നെയാണ് ഇയാൾ കഴിഞ്ഞുകൂടിയിരുന്നത്. ഇപ്പം പോലീസ്, ഇപ്പം NIAക്ക് ഇയാൾ രണ്ടാമത്തെ കുട്ടി ഇയാൾ ജനിച്ചപ്പം അവിടുത്തെ പഞ്ചായത്തില് അവിടെ കൊടുത്ത ഇയാളുടെ പിതാവിന്റെ പേര് സവാദ് എന്ന് കൊടുത്തു കഴിഞ്ഞു. 9 മാസമായിട്ടും ആ വിവരം പോലും ആ താമസിച്ച പോലീസ് സ്റ്റേഷനിലെ ഇന്റലിജൻസുകാർക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവര് മൂന്ന് സ്ഥലത്ത് ഇയാൾ മാറി 8 വർഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ 3 വർഷത്തെ താമസിച്ച പോലീസ് സ്റ്റേഷൻ അധികൃതർ തീർച്ചയായിട്ടും ഒരു സ്ട്രേഞ്ചറോ അല്ലെ ഒരു പുതിയ ആളോ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ശ്രദ്ധ അങ്ങോട്ട് ചെന്നേ പറ്റുള്ളൂ. അപ്പൊ അത് ഇവരെ ആരും ശ്രദ്ധിച്ചില്ല. ഇന്ത്യയിലും വിദേശത്തും ആണെന്നൊക്കെ എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ 8 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ആള്. അതെന്തായാലും ഒരു ഫെയിലിയർ തന്നെയാണ് കേരള പോലീസിന്റെ ഭാഗത്ത്. അത് കണ്ടെത്തണമായിരുന്നു. എന്നിട്ട് NIAക്ക് അത് പാസ് ഓൺ ചെയ്യണം. ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് NIAക്ക് CBIക്ക് കൊടുത്താലും ശരി. അതിന്റെ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഏത് പോലീസ് സ്റ്റേഷനാണ് എടുത്തോ അല്ലെങ്കിൽ ഏത് യൂണിറ്റാണ് അത് അന്വേഷിക്കുന്നത്, അത് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. ഇവിടെ ആ കാര്യത്തിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല. ഒരു ടോട്ടൽ ഫെയിലിയർ തന്നെ പറയാം. ജോർജ് ജോസഫ്, അത് മാത്രമല്ല, ഈ സവാദിനെ പിടികൂടിയ ഈ മട്ടന്നൂർ ഭാഗമൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം ശക്തമാണെന്ന് മുൻപ് പല തവണയാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നത്. ആ റിപ്പോർട്ടുകളെല്ലാം അവഗണിച്ചതാണ് ഈ സവാദ് എന്ന കൊടും ക്രൂരൻ കുറ്റവാളിക്ക് ഇത്രയും അധികം കാലം ഇങ്ങനെ സുരക്ഷിതമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ ആ ജോലികളൊക്കെ തന്നെ അവിടെ ചെയ്ത് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതും. അതാണ് നിരോധിച്ച സംഘടനയിലെ പഴയ ഭാരവാഹികളും അതുപോലെ അതിന്റെ സിമ്പതൈസേഴ്സും അവരുടെ പ്രവർത്തനം തീർച്ചയായിട്ടും ഇന്റലിജൻസ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. രാഷ്ട്രീയപരമായി എന്ത് വ്യത്യാസം ഉണ്ടെങ്കിലും ശരി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിരോധിച്ച ഒരു സംഘടനയാണ്. അത് രാജ്യത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, അവർ വീണ്ടും ആ പ്രവർത്തനം തുടരുന്നുണ്ട്, വിദേശ ഫണ്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ കേരള പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സെൻട്രലിൽ അറിയിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്റലിജൻസ് മേലധികാരി അത് DGPക്ക് കൺവേ ചെയ്ത് ഗവൺമെന്റ് അറിഞ്ഞ് തന്നെ വേണമെങ്കിലും CBIക്ക് അതുപോലെ സെൻട്രലിലെ ഏജൻസികൾക്കൊക്കെ കൊടുക്കാൻ കഴിയും. അതൊന്നും ഇവിടെ ഉണ്ടായില്ല. അതായത് കേരള പോലീസിന് വലിയ ക്ഷീണം തന്നെ ആയിപ്പോയി. കാരണം ഇവിടെ തന്നെ 8 വർഷം താമസിക്കുന്നു പറഞ്ഞപ്പോൾ നമ്മളെ പോലുള്ളവർക്ക് അത് അതിശയം വിചാരിക്കും. ആ ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇതുപോലെയുള്ള ക്രിമിനൽസുകൾ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ SHOമാരുടെ ജോലിയിൽ ഭാഗമാണ് അവരെ കണ്ടെത്തുക, അവരെ ട്രാക്ക് ചെയ്യുക. അപ്പൊ അത് അങ്ങ് മറന്നിരിക്കുന്നു പോലീസിന്റെ ഇത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ച്.